നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ സിറ്റി ഏതെന്ന് ചോദിച്ചാൽ ഭൂവിസ്തൃതിയുടെ കാര്യമാണോ, സമ്പത്തിൻ്റെ കാര്യമാണോ, അതോ ജനസംഖ്യയുടെ കാര്യമാണോ എന്ന ചോദ്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ ചോദ്യം തന്നെ ഒരു ആശയക്കുഴപ്പമാണ്. ഇന്ത്യയിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഡൽഹിക്കും കൊൽക്കത്തയ്ക്കുമൊക്കെ താഴെയാണ് മുംബൈ. എന്നാൽ സ്വത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്ന് മുംബൈയാണ്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ധനകാര്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈയിലാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും കോർപ്പറേറ്റ് ഓഫീസുകൾ, വലിയ ബാങ്കുകൾ, മൾട്ടിനാഷണൽ കമ്പനികൾ എല്ലാം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെ മുംബൈ കോർപ്പറേഷൻ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ മുൻപന്തിയിലാണ്. മുംബൈ നഗരത്തിന് കണക്കെടുക്കുമ്പോൾ അതിൻ്റെ ഭൂവിസ്തൃതി ഒരു പ്രശ്നമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അങ്ങ് കഴക്കൂട്ടം വരെ അത് ഉൾപ്പെടും. അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ എല്ലാ ഭാഗവും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടും. എന്നാൽ കൊച്ചിയുടെ കാര്യം അങ്ങനെയല്ല. അതുപോലെയാണ് മുംബൈയുടെ കാര്യവും. മുംബൈ നഗരത്തിൻ്റെ ഭാഗമെന്ന് നമ്മൾ കരുതുന്ന താനെ പോലും ആ കോർപ്പറേഷന്റെ ഭാഗമല്ല എന്നതാണ് വാസ്തവം. മുംബൈ നഗരം തന്നെ ഒരു 4-5 കോർപ്പറേഷനാണ്. എന്നിട്ടും ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ BMCയുടെ ഒരു വർഷത്തെ ബജറ്റ് എന്ന് പറയുന്നത് 74,000 കോടി രൂപയാണ്. ഓർക്കുക, ഒരു നഗരത്തിന്റെ ഒരു വർഷത്തെ ബജറ്റാണ് 74,000 കോടി രൂപ. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഒരു വർഷത്തെ ബജറ്റ് വെറും 16,500 കോടി രൂപയാണെന്ന് ഓർക്കണം. മുംബൈ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുള്ള കോർപ്പറേഷൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ നഗരത്തിൽ ഒരുപാട് IT കമ്പനികളുണ്ട്, നമുക്കറിയാം. അത് 19,900 കോടിയാണ്. എന്നാൽ മുംബൈയുടെ സ്വത്ത് 74,000 കോടി. കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തിയതാണ് 74,000 കോടി രൂപ. ഇനി ഇതിന്റെ പ്രാധാന്യം അറിയണമെങ്കിൽ ചില സംസ്ഥാനങ്ങളുടെ വാർഷിക വരുമാനം നോക്കണം. ഗോവയുടെ വാർഷിക വരുമാനം 28,162 കോടിയാണെങ്കിൽ അരുണാചൽ പ്രദേശിൻ്റെത് 39,843 കോടിയും ഹിമാചൽ പ്രദേശിൻ്റെത് 58,514 കോടിയും സിക്കിമിൻ്റെത് കേവലം 16,196 കോടിയുമാണ്. ത്രിപുര 31,412 കോടി. ഇവിടെയാണ് 74,000 കോടി വരുമാനത്തിൽ മുംബൈ കോർപ്പറേഷൻ ഇന്ത്യയെ നിയന്ത്രിക്കുന്നത്. ഇത്രയേറെ ആസ്തിയുള്ള ഒരു കോർപ്പറേഷൻ ഏഷ്യയിൽ വേറെയുണ്ടോ എന്ന് സംശയമാണ്. ആ കോർപ്പറേഷന്റെ ഭരണം BJPക്ക് അഭിമാന പ്രശ്നമായിരുന്നു. കാരണം ദീർഘകാലമായി മുംബൈ കോർപ്പറേഷന്റെ അധികാരം ശിവസേനയുടെ കയ്യിലാണ്. ശിവസേന എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറ തന്നെ ആ കോർപ്പറേഷനാണ്. ശിവസേന തന്നെ പലതാണ്. ശിവസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഏക്നാഥ് ഷിൻഡെ ഉദ്ധവ് താക്കറെയോട് പിണങ്ങി മറ്റൊരു പാർട്ടി ഉണ്ടാക്കി. അങ്ങനെ പലതരത്തിൽ ശിവസേന ഭിന്നിച്ചുപോയി. എന്നാൽ മുംബൈയിൽ ഉദ്ധവ് താക്കറെയുടെ ആധിപത്യത്തിന് ഒരു കുറവും വരില്ല എന്നാണ് കണക്കാക്കപ്പെട്ടത്. അത് ആത്മാഭിമാന പ്രശ്നമായിരുന്നു ശിവസേനയ്ക്ക്. അതുകൊണ്ടാണ് മുംബൈ പിടിക്കാൻ ഭിന്നത മറന്ന് അവർ ഒരുമിച്ച് മത്സരിച്ചത്. നമുക്കറിയാം, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ BJPയുടെ സഖ്യവും ശിവസേനയുടെ സഖ്യവുമുണ്ട്. BJPക്കൊപ്പം മത്സരിച്ചത് ശിവസേനയുടെ ഷിൻഡെ വിഭാഗവും NCPയുടെ അജിത് പവാർ വിഭാഗവുമാണ്. മറുഭാഗത്ത് ശരത് പവാറും കോൺഗ്രസ് പാർട്ടിയും ഉദ്ധവ് താക്കറെയും ഒരുമിച്ച് മത്സരിച്ചു. എന്നിട്ട് 8 നിലയിൽ പൊട്ടിപ്പോയി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയിലായി. കാരണം കോർപ്പറേഷനുകൾ 29 മുനിസിപ്പൽ കോർപ്പറേഷനാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരാശയക്കുഴപ്പമുണ്ടാവും. നമ്മുടെ നാട്ടിലെ പോലെ മുനിസിപ്പാലിറ്റി അല്ല, കോർപ്പറേഷൻ മാത്രമാണ്. 29 കോർപ്പറേഷനുകൾ, വലിയ നഗരങ്ങളാണ് മഹാരാഷ്ട്രയിലുള്ളത്. അവിടെ തെരഞ്ഞെടുപ്പാണ് നടന്നത്. മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പുകൾ നേരത്തെ കഴിഞ്ഞതാണ്. 100 കണക്കിന് മുനിസിപ്പാലിറ്റികളുണ്ട്. ഈ കോർപ്പറേഷനുകളിൽ 9 വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പല കാരണങ്ങളാൽ അത് മാറിപ്പോയി. 9 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ സഖ്യവും വ്യത്യസ്തമായിരുന്നു. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായ BJP സഖ്യത്തിലെ നിർണായക കക്ഷിയായ അജിത് പവാറിന്റെ NCP പിണക്കം മറന്ന് ശരത് പവാറിന്റെ NCPയുമായി സഖ്യത്തിലായി. അങ്ങനെ അവർ ഒരുമിച്ച് മത്സരിച്ചു. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു. ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഒറ്റയ്ക്ക് മത്സരിച്ചു. BJPയും ശിവസേനയുടെ ഷിൻഡെ വിഭാഗവും ഒരുമിച്ച് മത്സരിച്ചു. ഈ വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ ഫലം ഏതാണ്ടൊക്കെ പൂർണ്ണമായും പുറത്തു വന്നിരിക്കും. നിർഭാഗ്യവശാൽ ഞാൻ ഈ വീഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തത് ഇന്നലെ രാത്രി 8 മണിക്കാണ്. ഇന്നൊരു യാത്രയുള്ളതുകൊണ്ട് ഇന്നത്തെ 4 വീഡിയോയും എനിക്ക് ഇന്നലെ തന്നെ ചെയ്തു വെക്കേണ്ടി വന്നു. അതുകൊണ്ട് പ്രേക്ഷകർക്ക് എന്നേക്കാൾ കൂടുതൽ അപ്ഡേഷൻ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് സംസ്ഥാന വ്യാപകമായി BJP ഷിൻഡെ സഖ്യത്തിന് അനുകൂലമായ തരംഗമാണുള്ളത്. ഏതാണ്ട് എല്ലാ പാർട്ടികളും പരസ്പരം മത്സരിച്ചു. BJP സഖ്യത്തിൽ നിന്ന് മാറി അജിത് പവാർ ശരത് പവാറിനൊപ്പം മത്സരിച്ചു. എന്നിട്ട് ഒടുവിൽ ഫലം വരുമ്പോൾ BJP ഷിൻഡെ സഖ്യം തൂത്തുവാരിയിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി മഹാഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും BJP ഷിൻഡെ സഖ്യത്തിന് കിട്ടി.
കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടനം തീരെ മോശമല്ല. അവർക്ക് ഒന്നിലധികം കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞു. എല്ലായിടത്തും അവരുടെ സാന്നിധ്യം അവർക്ക് അറിയിക്കാൻ കഴിഞ്ഞു, മുംബൈ അടക്കം. കോൺഗ്രസ് പാർട്ടി നശിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് മത്സരിച്ചാലും അവർക്ക് വോട്ടുണ്ട് എന്നുറപ്പാക്കി. അക്ഷരാർത്ഥത്തിൽ പണി കിട്ടിയത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കും അജിത് പവാറിന്റെ NCPക്കുമാണ്. രണ്ടുപേരെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഉദ്ധവ് താക്കറയ്ക്കേറ്റ തിരിച്ചടി നിസ്സാരമല്ല. മുംബൈ കോർപ്പറേഷൻ താക്കറെ കുടുംബം പതിറ്റാണ്ടുകളായി സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. ആ കോർപ്പറേഷനാണ് BJP കൊണ്ടുപോയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 74,000-ലധികം കോടിയുടെ ആസ്തിയുള്ള മുംബൈ കോർപ്പറേഷന്റെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് BJPയുടെ അതിശക്തമായ അടിത്തറയ്ക്ക് കാരണമാകും. ശിവസേനയുടെ അടിത്തറ ഈ കോർപ്പറേഷൻ ഭരണമായിരുന്നു. ഇനി അടിമുടി പരിഷ്കാരമായിരിക്കും. 40 വർഷത്തിലധികമായി CPM ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തതുപോലെ തന്നെയാണ് ഈ മഹാ കോർപ്പറേഷന്റെ ഭരണം BJPയുടെ കൈകളിൽ എത്തുന്നത്. എന്നാൽ മറ്റു കോർപ്പറേഷൻ പോലെയല്ല. ഏറ്റവും സമ്പത്തുള്ള, ഏറ്റവും ശക്തിയുള്ള, പല സംസ്ഥാനങ്ങളെക്കാൾ ആസ്തിയുള്ള ഈ കോർപ്പറേഷന്റെ ഭരണം BJPയുടെ കൈകളിൽ എത്തുന്നത്. രാജ്യത്തെമ്പാടും BJP അടിത്തറ വിപുലപ്പെടുത്തി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പിടിമുറുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ നിശബ്ദരാക്കി BJP മുംബൈ കോർപ്പറേഷൻ ഭരണം പിടിച്ചത്. അതേസമയം കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷമെന്ന നിലയിൽ ശക്തമാണ് എന്നും തെളിയിക്കുന്നു. കോൺഗ്രസിന്റെ അടിവേര് നഷ്ടപ്പെട്ടിട്ടില്ല, അതും പിടിച്ചു നിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും BJPയുടെ നേട്ടം സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ടാണ് മോദി മുതൽ നിതിൻ ഗഡ്കരി വരെ എല്ലാവരും ആഘോഷത്തിലായിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം മുംബൈ കോർപ്പറേഷന് ഭരണം പിടിക്കുക എന്നത് അഭിമാന പ്രശ്നമായിരുന്നു. അവരത് നേടി. ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത വിധം ശക്തമായ വിജയം.